തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 107 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ തമിഴക വെട്രി കഴകം സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾക്ക് വേഗം കൂട്ടി. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ 11 സീറ്റുകളുടെ കുറവാണ് വിജയിയുടെ പാർട്ടിക്കുള്ളത്. എന്നാൽ കോൺഗ്രസ്, PMK, CPM, CPI, മുസ്ലിം ലീഗ് എന്നീ കക്ഷികൾ പിന്തുണ പ്രഖ്യാപിച്ചാൽ വിജയ് കേവല ഭൂരിപക്ഷം അനായാസം മറികടക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ DMK മുന്നണി വിട്ട് ഈ കക്ഷികൾ TVKയോടൊപ്പം ചേരുമോ എന്നാണ് തമിഴ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്വതന്ത്രരെയും ചെറുകക്ഷികളെയും ഒപ്പം നിർത്താനുള്ള അതിവേഗ നീക്കങ്ങളാണ് വിജയ് നടത്തുന്നത്. DMK സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച CPM നേതൃത്വത്തെ വിജയ് നേരിട്ട് ബന്ധപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പത്മനാഭപുരം, കീഴ്വേലൂർ എന്നീ മണ്ഡലങ്ങളിൽ വിജയിച്ച 2 MLA-മാരാണ് CPM-നുള്ളത്. ഇവരുടെ പിന്തുണ TVKയ്ക്ക് നിർണായകമാണ്. TVKയുടെ അമ്പരപ്പിക്കുന്ന മുന്നേറ്റത്തിന് പിന്നാലെ വിജയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ സൂചനയായും വിലയിരുത്തപ്പെടുന്നുണ്ട്. യുവാക്കളുടെ ശബ്ദം പ്രതിഫലിക്കുന്ന ഈ ജനവിധി അവഗണിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് DMK ക്യാമ്പിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. ഇതോടെ തമിഴ്നാട്ടിൽ DMK മുന്നണി തകരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അപ്രതീക്ഷിത പരാജയവും പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയും DMK പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. 2011 മുതൽ തുടർച്ചയായി വിജയിക്കുന്ന കൊളത്തൂർ മണ്ഡലത്തിൽ TVK സ്ഥാനാർത്ഥിയായ VS ബാബുവിനോടാണ് സ്റ്റാലിൻ 8,000-ലേറെ വോട്ടിന് പരാജയപ്പെട്ടത്. ഇതോടെ നിയമസഭയിൽ പ്രതിപക്ഷത്തെ ഉദയനിധി സ്റ്റാലിൻ നയിക്കുമെന്നാണ് റിപ്പോർട്ട്. ചെപ്പോക്ക് തിരുവള്ളിക്കേനിയിൽ നിന്നും വിജയിച്ച ഉദയനിധിക്ക് ഇനി പാർട്ടിയെ തകർച്ചയിൽ നിന്നും കരകയറ്റുക എന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. ചെന്നൈ മേഖലയിൽ ഉദയനിധിയെ കൂടാതെ മന്ത്രി PK ശേഖർ ബാബു മാത്രമാണ് DMK നിരയിൽ വിജയിച്ച പ്രമുഖൻ. വിജയ് മുഖ്യമന്ത്രിയും ഉദയനിധി പ്രതിപക്ഷ നേതാവുമായാൽ 2 നടന്മാർ. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്ത ധ്രുവങ്ങളെ നയിക്കുന്ന ചിത്രവും സംഭവിക്കും.